Hello dears, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4ലെ ഫസ്റ്റ് ടൈം മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓണം പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ പരീക്ഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുതിയ ബുക്കുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം മാത്തമാറ്റിക്സ് ആണ് കേട്ടോ, മാത്സ് ആണ്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. 2025 ബുക്കൊക്കെ മാറിയില്ലേ, ആ ടെക്സ്റ്റുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇവിടെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കിയാൽ ആക്ടിവിറ്റി 1 എന്താണ് കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം കേട്ടോ. പിന്നെ ചൂസ് ആൻസർ എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 ടു ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 2 മുതൽ ആക്ടിവിറ്റി 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റീസ് എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, ആക്ടിവിറ്റി 1 നിർബന്ധമായിട്ട് എഴുതുക. യൂസ് എ പെൻസിൽ ആൻഡ് റൂളർ ഫോർ ഡ്രോയിങ്സ് ആൻഡ് മെഷർമെൻറ്റ്. പിന്നെന്താണ്, നിങ്ങൾ പെൻസിലും റൂളറൊക്കെ എടുക്കുക. എന്ത് വരയ്ക്കാനും അതുപോലെ മെഷർമെൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ എന്താക്കുക, പെൻസിലും റൂളറൊക്കെ വെച്ച് എഴുതുക. റൈറ്റ് യുവർ ആൻസേഴ്സ് ക്ലിയർലി ഇൻ ദ സ്പേസ് ആൻഡ് പ്രൊവൈഡഡ് ഓർ ഇൻ യുവർ ആൻസർ ഷീറ്റ്. നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ആൻസറൊക്കെ എന്താണ് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ, തന്നിരിക്കുന്ന സ്പേസിൽ ആൻസർ ഷീറ്റിൽ. ഹാവ് ഫൺ, ഡു യുവർ ബെസ്റ്റ്. നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് പറയാണ്. ദെൻ ആക്ടിവിറ്റി 1 നിർബന്ധമായി ചെയ്യാം. എന്താണ്, ഷേപ്പ് അഡ്വഞ്ചർ അല്ലേ. യു ആർ ഹെൽപ്പിംഗ് ടു ഡെക്കറേറ്റ് കടൽഖനി സ്കൂൾ ഫോർ വേൾഡ് ഓഷ്യൻസ് ഡേ. ഫോളോ ദീസ് സ്റ്റെപ്സ്. അപ്പോൾ എന്താണ്, അവിടുത്തെ സ്കൂളത്തെ വേൾഡ് ഓഷ്യൻസ് ഡേ ആണ് അല്ലേ. അപ്പോൾ അവരെ ഡെക്കറേറ്റ് ചെയ്യാൻ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, ഡ്രോ എ റെക്റ്റാങ്കിൾ യൂസിങ് റൂളർ ഇൻ യുവർ ആൻസർ ഷീറ്റ്. നിങ്ങൾ എന്താക്കുക, ആൻസർ ഷീറ്റിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഇൻ സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് നിങ്ങൾ എന്താക്കുക, മെഷർ ഓരോ ലെങ്ത് എന്താണ് മെഷർ ചെയ്യുക കേട്ടോ, സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് 5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്ററോ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് അവിടെ 6 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. അതിൻ്റെ പിന്നെ ഓപ്പോസിറ്റായിട്ടും 6 സെൻറ്റിമീറ്റർ അല്ലേ. പിന്നെ സൈഡിൽ ഏതാണ് ഒരു 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അപ്പോൾ റെക്റ്റാങ്കിൾ ആയല്ലോ. ഓക്കെ, ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് 4 സെൻറ്റിമീറ്റർ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ജസ്റ്റ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് നിങ്ങൾ അളന്നിട്ട് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, സെൻറ്റിമീറ്ററിൽ എഴുതും വേണം കേട്ടോ. ഹൗ മെനി സൈഡ്സ് ആൻഡ് കോർണേഴ്സ് ഡസ് യുവർ റെക്റ്റാങ്കിൾ ഹാവ്, റൈറ്റ് ദം ഡൗൺ. അങ്ങനെയാണെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ട്, എത്ര കോർണർ ഉണ്ട് നിങ്ങളെ റെക്റ്റാങ്കിളിൽ നിന്നാണ് ചോദിച്ചത്. എത്ര സൈഡ്സാണ് റെക്റ്റാങ്കിളിനുള്ളത്, 4 സൈഡ്സ് അല്ലേ. അപ്പോൾ 4 സൈഡ്സ് ചെയ്ത് എത്ര കോർണർ ഉണ്ട്, മൂലകൾ 4 അല്ലേ. ഓക്കെ, അപ്പോൾ 4 സൈഡ്സ് പിന്നെ 4 കോർണർന്നും എഴുതുക. റൈറ്റ് 1 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ലൈക്ക് ഇറ്റ്സ് സൈഡ്സ് ഓർ കോർണർ. അപ്പോൾ എന്താണ്, റെക്റ്റാങ്കിളിൻ്റെ ഒരു ഫീച്ചർ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് അല്ലേ. സൈഡ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കോർണറിനെ കുറിച്ചിട്ടോ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. കളർ യുവർ റെക്റ്റാങ്കിൾ ടു മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് എ ഫിഷ് ഫോർ ദ ഓഷ്യൻസ് ഡേ ഡെക്കറേഷൻ. ഇനി എന്താക്കുക, റെക്റ്റാങ്കിൾ നിങ്ങൾ എന്താക്കുക, നല്ല ഓഷ്യൻസ് ഡേ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്താണ് നല്ല അടിപൊളിയായിട്ട് ആ റെക്റ്റാങ്കിളിനെ നിങ്ങൾ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മീനിൻ്റെ ഒക്കെ കളർ, ഇവർ മീനിനെ പോലെയൊക്കെ ഒരു കളർ കൊടുക്കാനാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്, സ്ക്വയർ ചലഞ്ചാണ്. മനു ഈസ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ് വിത്ത് എ സ്ക്വയർ ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. അപ്പം മനു എന്താണ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ് അല്ലേ. എന്താണ് സ്ക്വയർ വരച്ചിട്ട് അല്ലേ. അതിൻ്റെ സൈഡ് എത്ര, 8 സെൻറ്റിമീറ്റർ അല്ലേ. സ്ക്വയർ 1 സൈഡ് തന്നിട്ടെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിലും എല്ലാ സൈഡ് 8 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം അല്ലേ. അപ്പം നിങ്ങൾ എന്താക്കുക, ഒരു സ്ക്വയർ വരയ്ക്കുക. നിങ്ങൾ എന്താണ് 8 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇവിടെ 8 സെൻറ്റിമീറ്റർ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, ഡ്രോ സ്ക്വയർ വിത്ത് ഈച്ച് സൈഡ് 8 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറഞ്ഞു. മനു വരച്ചു അല്ലേ. ഇനി മനു ബി എന്താണ്, മനു പേസ്റ്റ് എ സ്ട്രിങ് അലോങ് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സ്ക്വയർ. മനു എന്താക്കി, ഒരു സ്ട്രിങ് എന്താണ് എല്ലാ സൈഡ്സും സ്ക്വയറിൻ്റെ എല്ലാ സൈഡിലും എന്താക്കി ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് അല്ലേ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് യൂസ്ഡ്. അങ്ങനെയാണെങ്കിൽ എത്ര നൂല് വേണ്ടി വരും ഇത് മൊത്തം ഒട്ടിക്കണമെങ്കിൽ എന്നാ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ഈ സ്ട്രിങ് വെച്ച് എത്ര അളവ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, പെരിമീറ്ററാണ് അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്താണ്, ഇത് 8 ആണെന്നെങ്കിൽ ഇത് 8 അല്ലേ. അതിലും കൂടി അങ്ങ് പ്ലസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 8 + 8 + 8 + 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 32 അല്ലേ. അപ്പോൾ 4 എന്താണ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താണ്, 4 ഇൻറ്റു സൈഡാണ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 8, 4 ഇൻറ്റു 8 എത്രയാണ്, 32 അല്ലേ. ദെൻ നെക്സ്റ്റ്, റൈറ്റ് 1 വേ എ സ്ക്വയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ റെക്റ്റാങ്കിൾ. ഒരു വഴി എന്താണ്, ഈ സ്ക്വയർ ഈ റെക്റ്റാങ്കിളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്, ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സൈഡ്സ് ആർ ഈക്വൽ ആണ് അല്ലേ. പക്ഷേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ ഒന്ന്. ഓക്കെ, ദെൻ കളർ യുവർ സ്ക്വയർ ടു മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് എ ബ്രൈറ്റ് ഗിഫ്റ്റ് ബോക്സ്. ഇത് ഉണ്ടാക്കുക നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ അതിൽ ഉണ്ടാക്കുക, നിങ്ങൾ കളർ ചെയ്യാനാണ് പറഞ്ഞത് ഈ സ്ക്വയർ, നിങ്ങൾ വരച്ച സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ, എന്താണ് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ് കേട്ടോ, നമ്പർ റീസ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ദ പാറ്റേൺ 500, 1000, 1500. നെക്സ്റ്റ് എന്തായിരിക്കും 2000 അല്ലേ, നെക്സ്റ്റ് 2500. ഓക്കെ, 500 ആണ് കൂടി കൂടി വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് കൂടി വരുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ നോക്കുക ഇത് കൂടുകയല്ലേ എന്നുള്ളത്. അപ്പോൾ കൂടുകയല്ലേ, അപ്പോൾ പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഈ എന്താ കൂടുന്നത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 1000 നിന്ന് 500 കുറച്ച് എന്താ കിട്ടുക, 500 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 500 ആണ് ഇവിടെ കൂടിയത്. അപ്പോൾ അതേപോലെ ഇവിടെയും 500 ആണ് കൂടിയത് അല്ലേ. അപ്പോൾ അപ്പുറത്ത് എന്താ 500 കൂടും അല്ലേ. അപ്പോൾ 1500 പ്ലസ് 500 എന്ന് പറഞ്ഞാൽ 2000 എന്ന് എഴുതുക. ഈ 2000 പ്ലസ് 500 2500. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ്, ഇൻ ദ റേസ് ഈച്ച് കാർ ഗെറ്റ്സ് 1000 points പെർ റൗണ്ട്. ഓരോ റൗണ്ടിന് എന്താണ് 1000 points ആണ് ഓരോ കാറിനും കിട്ടുന്നത്. ഈ സ്പീഡി കംപ്ലീറ്റ് 9 റൗണ്ട്സ്. സ്പീഡി എന്താണ്, സ്പീഡി എന്ന് പറഞ്ഞ കാറ് 9 റൗണ്ട്സ് ആണ് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പോയിന്റ്സ് ദ സ്പീഡി ഗെറ്റ്. അപ്പോൾ ഒരു റൗണ്ടിന് എത്രയാണ് 1000 ആണ്. അപ്പോൾ 9 റൗണ്ട്സിനോ 9 into 1000 അല്ലേ. അപ്പോൾ 9000 ആണ് ആൻസർ. ഓക്കെ, റൈറ്റ് ദ പോയിന്റ് ഇൻ വേർഡ്സ്. എക്സാമ്പിൾ എന്താണ് 2000 2000 ഇത്. അപ്പോൾ എന്താണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് എത്രയാണ് 9000 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക 9 പിന്നെ 1000 THOUSAND 1000 അങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എഴുതുക കേട്ടോ. ദെൻ ഡ്രോ എ സ്മോൾ കാർ ആൻഡ് കളർ ഇറ്റ് ടു ദ cheer ഫോർ സ്പീഡ്. എന്താണ് ഒരു സ്മോൾ കാർ നിങ്ങൾ വരയ്ക്കുക, എന്നിട്ട് എന്താക്കുക സ്പീഡിൻ്റെ ആ കളറിലൊക്കെ നിങ്ങൾ എന്താക്കുക നല്ല ഭംഗിയിൽ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ എന്താണ് സ്പീഡിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നല്ല അടിപൊളി കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്, അബാക്കസ് ഫൺ ആണ് കേട്ടോ. The abacus shows 5432 5432. Write this number in words. ഇതിനെ വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതുക, 5 FIVE 5000 THOUSAND 1000. അപ്പോൾ 5000. ഇനി 432 അല്ലേ, ഇനി 4 FOUR 4. പിന്നെ 100 അല്ലേ, HUNDRED 100 അല്ലേ, 4000 എന്താണ് 5400 ആയി. ഇനി 32 അല്ലേ, ആൻഡ് 32 AND 32 അല്ലേ, THIRTY 32 TWO2 അങ്ങനെ എഴുതുക കേട്ടോ. ഇഫ് യു ആഡ് 1 more bead to the ones place. ഇനി വൺസ് പ്ലേസിൽ ഒന്നും കൂടി കൊടുത്തു എന്ന് വിചാരിച്ചോ, വാട്ട്സ് എ ന്യൂ നമ്പർ, വൺസ് പ്ലേസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും ആഡ് ചെയ്ത് എത്രയാണ് 5433 എന്നാവും അല്ലേ. റൈറ്റ് ഇറ്റ് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്, നമ്പറിലും വേർഡിലും എഴുതുക. ഓക്കെ, ദെൻ ഡ്രോ ആൻ അബാക്കസ് ഷോയിങ് ദ ന്യൂ നമ്പർ. പുതിയ നമ്പറാണ് ഈ നമ്പറല്ല, നമ്മൾ എന്താണ് 1 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പറില്ല, അത് അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരച്ചൂടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്, ടൂറിസ്റ്റ് അഡ്വഞ്ചർ ആണ്. യു ആർ പ്ലാനിങ് എ ട്രിപ്പ് ഫ്രം എറണാകുളം. നിങ്ങൾ എറണാകുളത്തേക്ക് പോകുക എന്നുള്ളത് എന്താണ്, യു ആർ പ്ലാനിങ് എ ട്രിപ്പ് ഫ്രം എറണാകുളം. നിങ്ങൾ എറണാകുളത്ത് നിന്നൊരു പ്ലാൻ ട്രിപ്പ് ചെയ്യാണ്. ഫ്രം ദ ലിസ്റ്റ് ഓഫ് ടൂറിസ്റ്റ് പ്ലേസ്, ഹിൽ പാലസ് 11 കിലോമീറ്റർ, ഗോവ 74 കിലോമീറ്റർ, താജ്മഹൽ 24 കിലോമീറ്റർ, വിച്ച് ഇസ് ദ നിയറസ്റ്റ് ടു എറണാകുളം. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഓരോ സ്ഥലത്തിൻ്റെയും എന്താണ് കിലോമീറ്ററാണ്, എറണാകുളത്ത് നിന്നുള്ള കിലോമീറ്ററാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് എറണാകുളത്തിൻ്റെ അടുത്ത് ഏതാണുള്ളത്, അപ്പോൾ 11 കിലോമീറ്റർ ആണോ 74 കിലോമീറ്റർ ആണോ 24 കിലോമീറ്റർ ആണ് ഏറ്റവും അടുത്ത് വരുന്നത് 11 കിലോമീറ്റർ. അതിൽ ചെറുത് 11 കിലോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഹിൽ പാലസിലേക്കാണ് എന്ത് ഏറ്റവും അടുത്തായി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഹിൽ പാലസ് 11 കിലോമീറ്റർ എന്ന് എഴുതുക. അറേഞ്ച് ദ പ്ലേസസ് ഇൻ ഓർഡർ ഫ്രം നിയറസ്റ്റ് ടു ഫാർദസ്റ്റ്. അപ്പോൾ നിയറസ്റ്റ് ടു ഫാർദസ്റ്റിലേക്ക് എന്താണ് ആ പ്ലേസ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ഏതാണ് 11 കിലോമീറ്റർ അല്ലേ. അപ്പോൾ ഹിൽ പാലസ് 11 കിലോമീറ്റർ. പിന്നെന്താണ് അടുത്തത് താജ്മഹൽ 24 കിലോമീറ്റർ അല്ലേ. അപ്പോൾ താജ്മഹൽ 24 കിലോമീറ്റർ. പിന്നെ നെക്സ്റ്റ് എന്താ ഗോവ 74 കിലോമീറ്റർ അല്ലേ. അങ്ങനെ ഓർഡറിൽ എഴുതുക നിയറസ്റ്റ് നിന്ന് ഫാർദസ്റ്റിലേക്ക്. ദെൻ ഇഫ് യു ട്രാവൽ ടു താജ്മഹൽ ആൻഡ് ബാക്ക്, നിങ്ങൾ താജ്മഹലിലേക്ക് പോയി തിരിച്ചു വന്നു. ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ യു ട്രാവൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആദ്യം എന്താക്കി എറണാകുളത്ത് നിന്നാണല്ലേ. അപ്പോൾ താജ്മഹലിലേക്ക് 24 കിലോമീറ്റർ ആണല്ലേ. അപ്പോൾ താജ്മഹലിലേക്ക് 24 ആണല്ലോ, തിരിച്ചും 24 ആണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നാൽ എത്രയായി 24 + 24 48 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡ്രോ എ സ്മോൾ പിക്ചർ ഓഫ് ദ താജ്മഹൽ. താജ്മഹലിൻ്റെ ചെറിയൊരു ചിത്രം വരയ്ക്കുക നിങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്പർ പസിലാണ്. സോൾവ് ദിസ് നമ്പർ പസിൽ ഫ്രം ദ മഡ് റേസ്. നിങ്ങൾ എന്താക്കുക ഈ
നമ്പർ പസിൽ കംപ്ലീറ്റ് എന്താണ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് റൈറ്റ് ഓൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 3, 5, 8, 1 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി ഡിജിറ്റ്. അപ്പോൾ എന്താണ് ഈ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് എല്ലാ 4 ഡിജിറ്റ് നമ്പറും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? ലിസ്റ്റ് ദം. ഡ്രോ എ സ്റ്റാർ നെക്സ്റ്റ് ടു ദ ലാർജസ്റ്റ് നമ്പർ യു ഫൗണ്ട്. അപ്പം എന്താണ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്പർ എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താക്കാം, ആദ്യം 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. 4 ഡിജിറ്റ് നമ്പർ അല്ലേ പറഞ്ഞു, ഇപ്പോൾ 1 തുടങ്ങാം കേട്ടോ. അപ്പോൾ 1 പിന്നെന്താണ് 1, 3, 5, 8 എന്ന് എഴുതാം. ഇത് ലാർജ് എന്താണ് 4 ഡിജിറ്റ് നമ്പർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അടുത്തത് 1 തന്നെ ഒക്കെ പോകട്ടെ കേട്ടോ. 1 പിന്നെന്താണ് 5, 3, 8 കൊടുക്കുക അല്ലേ. 5, 3, 8. ഓക്കെ, നെക്സ്റ്റ് 1 പിന്നെന്താണ് 1 പിന്നെ 8 അല്ലേ വരുന്നത്. 8, 5, 8. 5, 8. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്താക്കുക, ഇവിടെ നമുക്ക് എന്താക്കുക, ഇപ്പോൾ 1, 3, 5, 8 അല്ലേ. അപ്പോൾ 1, 3 എന്താണ് 1, 3, 5, 8 എന്നുള്ളതിൽ 8, 5 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം 4 ഡിജിറ്റ് നമ്പർ അല്ലേ, ആ നമ്പർ തന്നെ വരുന്നത്. ഓക്കെ, 8, 5. ഓക്കെ, 1, 3, 5, 8 ആയി. 1, 3, 8, 5 ആയി അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് 1, 5, 3, 8 അല്ലേ. അപ്പോൾ 1, 5, 3, 8 നമുക്ക് എന്താക്കാം 1, 5, 8, 3 എന്ന് എഴുതാം അല്ലേ. 1, 5 പിന്നെ 3, 8 എന്നുള്ളത് 8, 3 എന്നാക്കുക. 8, 3. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവിടെ 1, 8, 5, 3 5, 3 അല്ലേ വരിക. ഓക്കെ, 1, 8, 5, 3 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വരിക? അപ്പം 1, 8, 1, 8, 1, 8, 1, 8, 3, 5, 3, 5 അല്ലേ. ഓക്കെ, ഇനി എന്ത് എഴുതാനുണ്ടോ നോക്കിയേ. ഓക്കെ, അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എഴുതി. ഇനി അടുത്ത എന്താണ് അതിൻ്റെ സ്മോളസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ തന്നെ നമ്മൾ എഴുതുക. എങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം 1 സ്റ്റാർട്ട് ചെയ്തൊക്കെ എഴുതി, പിന്നെ 3 സ്റ്റാർട്ട് ചെയ്തൊക്കെ എടുത്ത് എഴുതി അല്ലേ. 3 ആദ്യം എന്താണ് 3, 5, 8, 1 എഴുതി, പിന്നെ ഈ 3, 5 തന്നെ 8, 1 തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി അല്ലേ. 1, 8 എഴുതി. ഇനി 3, 8 തുടങ്ങി 5, 1 എഴുതി, പിന്നെ 3, 8 ഈ 5, 1 1, 5 എന്ന് എഴുതി. ഇതൊക്കെ 4 ഡിജിറ്റ് നമ്പർ അല്ലേ, സെയിം റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ, നമ്പറും റിപ്പീറ്റ് ചെയ്തില്ല, ഒന്നും റിപ്പീറ്റ് ചെയ്തില്ല അല്ലേ. ഇനി അടുത്ത് എന്താണ് 1 3, 1 സ്റ്റാർട്ട് ചെയ്ത് 5, 8 എഴുതി, 3, 1 പിന്നെ 8, 5 അല്ലേ. നെക്സ്റ്റ് ഏതാണ് നമുക്ക് എടുക്കേണ്ടത്? ഇപ്പോൾ 1 എടുത്ത് 3 എടുത്ത് ഇനി 5 സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതുക. അതേപോലെ നമ്മൾ എന്താ 8 സ്റ്റാർട്ട് ചെയ്യുന്ന എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം ഈ 4, 3, 5, 8, 1 വെച്ചിട്ട് എന്താണ് നമുക്ക് ഇത്രയും ഡിജിറ്റ് ചെയ്താൽ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ഡിജിറ്റ് കിട്ടി? 1, 2, 3, 4, 5, 6 അല്ലേ. 6ഉം പിന്നെ എല്ലാത്തിനും 6 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി 24 കിട്ടി അല്ലേ. 6, 12, 12, 12, 24 കിട്ടി. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് എഴുതി അല്ലേ. ഇനി ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? 5നോട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 5നോട് സ്റ്റാർട്ട് ചെയ്തതാ ഇതൊക്കെ അല്ലേ. അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്, എടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ എടുത്താൽ എഴുതിയാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. എന്താണ് നമുക്ക് ആദ്യം 2 നമ്പർ എടുത്തിട്ട് അതിനെ മറ്റേ നമ്പർ എഴുതിയിട്ട് അതിനെ തിരിച്ച് മറിച്ച് എഴുതുക. പിന്നെ അടുത്ത് എന്താണ് ഈ ഒന്നുമേ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുക ആദ്യം. പിന്നെ ഓരോന്നിനും സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത നമ്പർ എടുക്കുമ്പോൾ ആദ്യം എടുത്ത് എഴുതുക, പിന്നെ മറ്റേ നമ്പർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക. അങ്ങനെ എഴുതിയാൽ നമുക്ക് എന്താ തെറ്റാതെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് അപ്പോൾ 5ാമത്തെ ഏതാണ്? ഇതാണല്ലേ, 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് അല്ലേ. നെക്സ്റ്റ് എന്താണ് അടുത്തത്? ഡ്രോ എ സ്റ്റാർ നെക്സ്റ്റ് ടു ദ ലാർജസ്റ്റ് നമ്പർ യു ഫൗണ്ട്. എന്താണ് അവിടെ ഒരു സ്റ്റാർ വരയ്ക്കുക അല്ലേ. ഇത് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഏറ്റവും വലിയ നമ്പർ നോക്കൂ ഏതാണ്? ഇപ്പോൾ 8നോട് സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് വരിക അല്ലേ ഏറ്റവും വലുത്. പിന്നെ ഇവിടെ എന്താണ് 8, 5 അല്ലേ. പിന്നെ എന്താണ് 8, 5ൽ 2 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 13 ആണോ 31 ആണോ വലുത്? 31 അല്ലേ. 8, 5, 3, 1 അല്ലേ. ഇവിടെ എന്താക്കുക, നിങ്ങളൊരു സ്റ്റാർ ഇതിൻ്റെ അടുത്ത് എന്താണ് നിങ്ങളൊരു സ്റ്റാർ വരയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഒരു സ്റ്റാറൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താക്കുക വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താക്കുക, അത്രയേ ഉള്ളൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ നന്നായി പഠിച്ചിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഒക്കെ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.